കുറച്ച് കഴിക്കും. എനിക്ക് വേണ്ട നിന്റെ ചായയും കാപ്പിയും. ഒന്നിറങ്ങി പോവോ? ചപ്പാത്തി എങ്ങനെ കഴിക്കും? എനിക്ക് വേണ്ടതല്ല രാഹുലെ പറഞ്ഞ. നിനക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഞാൻ ശ്രീയ ചേച്ചിയോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഞാൻ ഇറങ്ങട്ടെ. എവിടെങ്കിലും പോ, ഞാൻ എന്നാ വേണം? എനിക്ക് കുറച്ച് മനസ്സമാധാനം തന്നാ മതി. ഞാൻ ഇറങ്ങും. എന്ത് പറ്റിയടാ? എന്താ ബഹളം കേട്ടല്ലോ? അതൊന്നുമില്ലടാ, നീ വണ്ടി എടുക്ക്, ലേറ്റായി. അപ്പോൾ ടീം, നിങ്ങളെല്ലാവരും മെയിലിലേക്ക് ഞാൻ 3 സ്പ്രെഡ്ഷീറ്റ് അയച്ചിട്ടുണ്ട്. ഒന്ന് ഇൻപുട്ട് ഷീറ്റ്, ഒന്ന് ഔട്ട്പുട്ട് ഷീറ്റ്, ഒന്ന് എഡിറ്റേഴ്സിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഷീറ്റാണ് അയച്ചിട്ടുള്ളത്. അപ്പോൾ എഡിറ്റേഴ്സ് അവരവരുടെ ഷീറ്റുകൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. പിന്നെ ക്രിയേറ്റേഴ്സ് നിങ്ങളെല്ലാവരും സ്ലഗ് കൃത്യമായിട്ടിട്ട് പോകണം. ചാണ്ടി ഇൻചാർജ് ആയിരിക്കണം. എല്ലാവരുടെ കാര്യങ്ങളും ശ്രദ്ധിച്ചോളണം. ഹലോ, ഫോൺ എടുത്താ എത്ര നേരമായിട്ട് ഞാൻ വിളിക്കായിരുന്നു. എടീ, ഞാൻ കമ്പനി മീറ്റിങ്ങിലായിരുന്നു, അത് എടുക്കാൻ പറ്റതായിപ്പോയി. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിനക്ക് തോന്നുമ്പോ നീ വിളിക്കും, അപ്പൊ ഞാൻ മറുപടി പറയണം അല്ലേ? എല്ലാം നിന്റെ ഇഷ്ടത്തിന് നടക്കത്തില്ല രാഹുലെ. എടീ, വെച്ചിട്ട് പോ. എന്ത് പറ്റി? ഒന്നുമില്ലടാ, വീട്ടിൽ നിന്ന് അവൾ വിളിച്ചത്. എടാ, എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ടത്? ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഡിവോഴ്സ് ഒരു ഓപ്ഷൻ അല്ലേ? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിപ്പോൾ 4 വർഷം. വീട്ടുകാരെയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് എന്നെ മാത്രം വിശ്വസിച്ച് അവൾ എൻ്റെ കൂടെ ഇറങ്ങുന്നത്. ചെറിയ ചെറിയ പിണക്കങ്ങളും വലിയ സന്തോഷങ്ങളുമായിട്ട് അടിച്ചു പൊളിച്ചാൽ നമ്മളല്ലേ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് കുഞ്ഞ് വേണമെന്ന് തോന്നി. കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഇനിഷ്യേറ്റീവ് എടുത്തത് ഞാൻ തന്നെയാണ്. അവൾ പ്രഗ്നൻ്റായി. ആ 9 മാസം ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങൾ, സ്പെഷ്യലി ഞാൻ. പക്ഷെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി സിസേറിയൻ കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് മാത്രം ജീവനുണ്ടായില്ല. തകർന്നു പോയി ഞങ്ങൾ. അവളുടെ അവസ്ഥ ഭീകരമായിരുന്നു. അവളെ എങ്ങനെയാണ് ഞാൻ ഉപേക്ഷിക്കുക? എന്തൊക്കെ പറഞ്ഞാലും അവളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ഞാനല്ലടാ. ഇപ്പൊ എന്നത്തിനാണ് ഇങ്ങോട്ട് വന്നേ? ഇത്ര നേരം നീ എവിടെ ആയിരുന്നു? നിനക്ക് തന്നെ പോയിരിക്കാൻ ഓഫീസും ഫ്രണ്ട്സും ഒക്കെ ഉണ്ടല്ലോ. ഞാനാണല്ലോ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കണ്ടേ. ഇടി, എന്താ എൻ്റെ പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ല, നീ പൊക്കോ. എനിക്ക് എന്റെ കുഞ്ഞിനെ വേണമായിരുന്നടാ. എന്താടാ എനിക്ക് മാത്രം ഇങ്ങനെ? എനിക്ക് എൻ്റെ കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുവരണമായിരുന്നടാ. എടി, നമ്മുടെ കുഞ്ഞിപ്പം നമ്മളിവിടെ ഇല്ല. അത് നമ്മളെ തെറ്റല്ലല്ലോ. നമ്മളെന്ത് ചെയ്തിട്ടാ? എടി, എനിക്കിപ്പോൾ വലുത് നീയാണ്, നിന്റെ ആരോഗ്യമാണ്. പക്ഷെ എനിക്ക് എൻ്റെ കുഞ്ഞിനെ വേണമടാ. അതിനിനി ഒരുപാട് സമയമുണ്ടല്ലോ. ഇപ്പം വേണ്ടത് നമുക്ക് രണ്ടുപേർക്കും ഓക്കെ ആവാനുള്ള സമയമാണ്. നമ്മൾ രണ്ടാളും ഓക്കെ ആയിട്ട് നമുക്കൊരു കുഞ്ഞിനെ പറ്റി ആലോചിക്കാം. എടി, എനിക്കിപ്പം നിന്നെയാണ് തിരിച്ചു വേണ്ടത്. എനിക്ക് വേറെ ആരും ഇല്ല. എനിക്ക് ലോകത്തെ എല്ലാത്തിനേക്കാളും വലുത് നീയാണ്. അന്നും ഇന്നും എന്നും അതങ്ങനെയാണ്. എനിക്ക് വേറെ ആരും ഇല്ല.